താങ്ക് യു സോ മച്ച്. ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കൂടിയാണ് ഇതിലൂടെ വന്നു നിൽക്കുന്നത്. കവിതയുമായിട്ട് ഒരുപാട് വർഷങ്ങളുടെ അസോസിയേഷൻ ഉണ്ട്. മിക്കപ്പോഴും ആഭരണങ്ങളും പഹതുമായി കഥാപാത്രങ്ങളിൽ സിമിലാരിറ്റി നമ്മൾ കാണാറുണ്ട്. തൊട്ടി മുതലാകാം, ഡയമണ്ട് നെക്ലസ് ആകാം, രംഗണ്ണനാകാം, ഇവിടെ എല്ലാം ഒരു ആഭരണത്തോട് ക്യാരക്ടേഴ്സിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും. എന്നിരുന്നാലും കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ ഇത്രയും വേഴ്സറ്റൈൽ ആയ ഒരു ബ്രാൻഡ്, വേഴ്സറ്റൈൽ ആയ ഒരു ആക്ടർ, അദ്ദേഹം ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു ടൈമിലേക്ക് ഇനി കുറെ കഥാപാത്രങ്ങളെ കാണാനുള്ള ആവേശം കൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് നമുക്ക് പുതിയ വാർത്ത? ആദ്യം തന്നെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടർ വളരെ. രണ്ടാമത്തെ കാര്യം, എനിക്ക് സ്വർണം ഭയങ്കര ഇഷ്ടം. ഒരുപാട് കവിതയായിട്ടുള്ള യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. പ്രസാദും പ്രതീഷും അച്ഛനൊക്കെ ആയിട്ട് ഇതിപ്പോ മൂന്നാമത്തെ സ്റ്റേജാണ്, മൂന്നാമത്തെ സ്റ്റേജ്. അപ്പൊ വീണ്ടും അതൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നു. ഇവരായിട്ട് കൂടെ യാത്ര ചെയ്യാൻ പറ്റി ഒരുപാട് സന്തോഷം. അതെ, നാലാമത്തെ വരവാണ്. അപ്പൊ ഇത് രാവിലെ മുതലേ മണിക്കൂറുകളായിട്ട് അപ്പൊ അതൊക്കെ കാണാനായിട്ട് കാത്തിരിക്കുന്ന കുറെ പേര് ഇവിടെ സൈഡിലുണ്ട്. ഒത്തിരി പേരുണ്ട്. അവരോട് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, അപ്പൊ അത് വരുന്ന സമയത്ത് ഞാൻ പറയാം, ഒന്ന് അവിടെ നോക്കാം. ഞാൻ ചുമ്മാ ചോദിച്ചിരുന്നു രംഗണ്ണൻ ഏത് കളർ ഷർട്ട് ഇട്ടിട്ടായിരിക്കും ഇത് വരിക എന്നുള്ളത്. ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരുപാട് പേരെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ അവര് ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് ഈ ഒരു സമയത്ത് വന്ന് നിൽക്കുമ്പോഴും. പിന്നെ അതിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ്, ഫാസിൽ സാർ ആണെങ്കിലും നസ്രി ആണെങ്കിലും ഫർഹാന്റെ തുടരും ഫാൻസ് ഒരുപാട് പേരുണ്ട്. അപ്പൊ അത്രയും വലിയൊരു സിനിമാ പാരമ്പര്യമുള്ള കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിന്, ഒത്തിരി ഇഷ്ടമാണ്. ഈ മാജിക്കൽ ആയിട്ടുള്ള ഒരു ഐ ഉണ്ടല്ലോ, അത് വെച്ച് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ടെണ്ണം വരും. വേറൊരു സ്റ്റൈലിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുക. ശ്യാം പറഞ്ഞതാണ് ഷമ്മി ഹീറോ ആണ്. ശ്യാം പറഞ്ഞത്ര ഭംഗിയായിട്ട് എനിക്ക് പറയാൻ പറ്റും. അത് കാര്യം ഞങ്ങളുടെ ഒക്കെ ഒരു റിക്വസ്റ്റ് ആണ്. ഇത്രയും ഈ മഴയത്തും ഞങ്ങൾ നിൽക്കുമ്പോൾ ഷമ്മി ഹീറോ ഒന്ന് പറയാം. ഷമ്മി ഹീറോ ഹീറോ. പോകുന്നു. ഇപ്പൊ ഉലക നായകനോടൊപ്പം അതുപോലെ സ്റ്റൈൽ മന്നനോടൊപ്പം ഇനി വലിയ വലിയ സിനിമകളുടെ ഭാഗമായി ഞങ്ങളുടെ സ്വന്തം പാതിക്കാരെ കാണാൻ പറ്റുന്നതിലുള്ള സന്തോഷം ഒത്തിരി 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 സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഒരു ഗംഭീരമായിട്ട് കയ്യിൽ നമുക്ക് കൊടുക്കാം. ഒത്തിരി സന്തോഷത്തോടെ പലരോട് വന്നിരിക്കുകയാണ്. ചെറിയ കുട്ടികളും പ്രായമായവരും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരുണ്ട്. സോ രണ്ടെണ്ണം ഒരു പാട്ട് എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാവോ? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോങ് ഇടാവോ? മഞ്ചേരിയുടെ മുഴുവൻ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് മലയാളക്കരയുടെ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായ മൂവി ഞങ്ങൾ ഏത് തിയേറ്ററിൽ എവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ നിറഞ്ഞ സദസ്സിലേക്ക് ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കണ്ടേ? അടുത്ത സിനിമ അൽതാഫ് സലീമിലൂടെ ചെയ്യുന്ന ഓടും കുതിര ചാടുകുതിരയാണ്. ഓണത്തിനായിരിക്കും. എല്ലാവരും പോയി കാണുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരോട് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് പറയാം. ആ കുതിര ഓടിക്കൊണ്ടേ ഇരിക്കട്ടെ, അല്ലേ? ആ കുതിര പറന്നുകൊണ്ടേ ഇരിക്കട്ടെ. ആകാശത്തിന്റെ
മച്ച് രാധിക. ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം, ഒത്തിരി സ്നേഹം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്, താങ്ക് യു സോ മച്ച് ഈ ഒരു അവസരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നൽകിയതിന്. കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ ആവേശമായി മാറിയ ബ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയിലേക്ക് നീങ്ങുവാണ്. നാളെ മുറിച്ചുകൊണ്ട് ബ്രാൻഡ് അംബാസിഡർ അഭിമാനകരമായി നിമിഷത്തിന്റെ ഭാഗമാകുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരുന്ന പോലെ തന്നെ നമ്മുടെ സ്വന്തം ഫഹദ് ഫാസിൽ നിന്ന് മഞ്ചേരിയിൽ എത്തിയിരിക്കുകയാണ്. കണ്ടങ്ങൾ കണ്ട ഹാപ്പി എല്ലാവരും. എങ്ങനെ എന്ത് സുന്ദരനല്ലേ, അടിപൊളി. പല പല ക്യാരക്ടേഴ്സ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആയ 50 വർഷത്തിന്റെ പാരമ്പര്യവുമായി കവിത ഗോൾഡൻ ഡയമണ്ട്സിന്റെ 10ാമത്തെ ഷോറൂം മഞ്ചേരിയുടെ മണ്ണിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ദി വൺ ആൻഡ് ഓൺലി ദി വേഴ്സറ്റൈൽ ആക്ടർ, നമ്മുടെ സ്വന്തം ഹീറോ, നമ്മുടെ സ്വന്തം രംഗണൻ, ഞങ്ങളുടെ സ്വന്തം മഹേഷ്. പല പല കഥാപാത്രങ്ങൾ ഇങ്ങനെ ഓടി വരികയാണ്, ഒഴുകി വരികയാണ് നമ്മുടെ മനസ്സിൽ.